ഹായ് ദേർ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. സോ ഈ ഒരു വീഡിയോയിൽ നമ്മൾ പഠിക്കാനായിട്ട് പോകുന്നത് അസിൻക്രണസ് അവൈറ്റിനെ കുറിച്ചിട്ടാണ്. ഓക്കെ, അതായത് നമ്മൾ ഇതുവരെ രണ്ട് മെത്തേഡിനെ കുറിച്ച് പഠിച്ചിട്ടുണ്ടായിരുന്നു. ഒന്നാമത്തേത് കാൾ ബാക്ക്, രണ്ടാമത്തേത് പ്രോമിസസ്. അടുത്തതായിട്ട് നമ്മൾ പഠിക്കാൻ പോകുന്നത് അസിൻക്രണസ് അവൈറ്റ് അല്ലെങ്കിൽ അവൈറ്റ് എന്ന് പറയുന്നത്. ഓക്കെ, സോ ഇത് ഒരു റീസെൻ്റ് ആയിട്ട് ജാവാസ്ക്രിപ്റ്റിലേക്ക് ആഡ് ചെയ്ത പുതിയൊരു ഫംഗ്ഷനാണ്. കാരണം എന്താണെന്ന് വെച്ചാൽ അസിൻക്രണസ് പ്രോഗ്രാമിനെ ജസ്റ്റ് ഒരു ഫംഗ്ഷൻ പോലെ ആക്കി കുറച്ചും കൂടെ റീഡബിൾ ആക്കി മാറ്റുക എന്നുള്ളതാണ് ഇതിൻ്റെ ഒരു ഉദ്ദേശം എന്ന് പറയുന്നത്. ഓക്കെ, സോ അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ അസിൻക്രണസ് അവൈറ്റ് യൂസ് ചെയ്യുന്നത്. എല്ലാ അസിൻക്രണസിനും ഏകദേശം ഒരേപോലെ ഫങ്ഷനാലിറ്റീസ് ഒക്കെയാണ് ഉള്ളത്, എങ്കിലും ഇത് കുറച്ചും കൂടെ റീഡബിൾ ആണ്. അതുപോലെ തന്നെ ജാവാസ്ക്രിപ്റ്റിനെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഇതിൽ കോഡ് എഴുതുമ്പോൾ ഒരു ഫംഗ്ഷനാക്കി മാറ്റാൻ പറ്റും. എന്നിട്ട് നമുക്ക് ആ ഫംഗ്ഷനെ ആവശ്യമുള്ളിടത്ത് കോൾ ചെയ്യാനായിട്ട് സാധിക്കും. സോ അതെങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം. ഓക്കെ, സോ ആദ്യമായിട്ട് നമ്മൾ അസിൻക്രണസ് അവൈറ്റ് ക്രിയേറ്റ് ചെയ്യാനായിട്ട് ജസ്റ്റ് ഒരു ഫംഗ്ഷൻ ക്രിയേറ്റ് ചെയ്യുക. അപ്പോൾ ഞാനിവിടെ ക്രിയേറ്റ് ചെയ്തെല്ലാം ക്ലിയർ ചെയ്യാൻ പോവാണ്. എന്നിട്ട് ഞാൻ അസിൻക്രണസ് ഫംഗ്ഷൻ ക്രിയേറ്റ് ചെയ്യാനായിട്ട് പോവുകയാണ്. ഓക്കെ, അവൈറ്റ് ഉപയോഗിച്ചിട്ട് നമ്മൾ എങ്ങനെയാണ് പിന്നീട് ഡാറ്റ കിട്ടിയതെങ്കിൽ നമ്മൾ അഡ്വാൻസ്ഡ് ആയിട്ടുള്ള കോൺസെപ്റ്റുകൾ പഠിക്കുന്നതായിരിക്കും. ഇപ്പം നമ്മൾ ജസ്റ്റ് എന്താണ് ചെയ്യാൻ പോകുന്നത്, അസിൻക്രണസ് ഫംഗ്ഷനാണ് ക്രിയേറ്റ് ചെയ്യാനായിട്ട് പോകുന്നത്. ഓക്കെ, സോ അസിൻക്രണസ് ഫംഗ്ഷൻ ക്രിയേറ്റ് ചെയ്യാനായിട്ട് ASYNC എന്ന് പറഞ്ഞൊരു കീവേഡ് ഉണ്ട്. ഇത് ഒരു എല്ലാ ഫംഗ്ഷനും അസിൻക്രണസ് ആയിട്ടാണ് നിങ്ങൾ ഫംഗ്ഷൻ ക്രിയേറ്റ് ചെയ്യുന്നതെങ്കിൽ അതിന് മുമ്പ് ഇത് ആഡ് ചെയ്തിരിക്കണം. ഓക്കെ, എന്നിട്ട് FNCT ഫംഗ്ഷൻ ജസ്റ്റ് ക്രിയേറ്റ് ചെയ്യുക. നിങ്ങൾക്ക് എന്ത് ഫംഗ്ഷൻ നെയിം വേണമെങ്കിലും ഉപയോഗിക്കാം. ഓക്കെ, അടുത്തതായിട്ട് ഞാനിവിടെ കൊടുക്കാൻ പോകുന്ന ഫയൽ എന്ന് പറഞ്ഞാൽ റീഡ് ഫയൽ എന്ന് പറഞ്ഞ ഒരു ഫംഗ്ഷൻ നെയിമാണ്. ഓക്കെ, ഇത് അസിൻക്രണസ് ആയിട്ടുള്ള ഫംഗ്ഷനാണ്, നോർമൽ ഫംഗ്ഷൻ അല്ല, അസിൻക്രണസ് ഫംഗ്ഷനാണ്. ഓക്കെ, അപ്പം ഞാനിവിടെ റീഡ് ഓക്കെ, ജാവാസ്ക്രിപ്റ്റിൽ എപ്പോഴും രണ്ട് നെയിം കൊടുക്കുമ്പോൾ ഞാൻ നേരത്തെ തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു, നമ്മൾ എന്ത് ഉപയോഗിക്കണം, ഒരു ക്യാപിറ്റൽ ലെറ്റർ ഇൻ ബിറ്റ്വീൻ ഉപയോഗിക്കാം. ഓക്കെ, സോ അങ്ങനെ ആ ഒരു നെയിം കൊടുത്തതിന് ശേഷം നമ്മൾ എന്ത് ചെയ്യുന്നു, ഒരു പാരാന്തസിസ് ഓപ്പൺ ചെയ്യുന്നു. ഇതിൻ്റെ അകത്ത് നമ്മളൊരു ട്രൈ ക്യാച്ച് ബ്ലോക്കാണ് ഉപയോഗിക്കാനായിട്ട് പോകുന്നത്. ഓക്കെ, ആദ്യം ട്രൈ ബ്ലോക്ക് ഉപയോഗിക്കുന്നു. സോ ട്രൈ ബ്ലോക്കിൽ നമ്മൾ എന്താണ് ചെയ്യുന്നത്, ഈ നമ്മൾ അസിൻക്രണസ് ഫംഗ്ഷൻ ക്രിയേറ്റ് ചെയ്യുമ്പോൾ അതിൻ്റെ അകത്ത് മോസ്റ്റ്ലി എപ്പോഴും ട്രൈ ക്യാച്ച് ബ്ലോക്കാണ് ആയിരിക്കും നമ്മൾ ഉപയോഗിക്കുന്നത്. അതായത് ഇവിടെ അസിൻക്രണസ് ആയിട്ടാണ് നമ്മൾ ഡാറ്റ ഗെറ്റ് ചെയ്യാനായിട്ട് ശ്രമിക്കുന്നത്. ഓക്കെ, സോ നമുക്ക് അതിൻ്റെ അകത്ത് ഡാറ്റ മസ്റ്റായിട്ടും ഗെറ്റ് ആയിരിക്കണം എന്നൊരു കോൺസെപ്റ്റ് ഇല്ല. മേ ബി ഡാറ്റ കിട്ടാതിരിക്കും. ഓക്കെ, സോ അങ്ങനെ ഡാറ്റ കിട്ടാതിരിക്കുമ്പോൾ നമ്മൾ ആ ഒരു എററായ പ്രോഗ്രാം എക്സിക്യൂഷന് സ്റ്റോപ്പ് ഉണ്ടാവാൻ പാടില്ല. ആ പ്രോഗ്രാം കണ്ടിന്യൂസ് ആയിട്ട് തന്നെ എക്സിക്യൂട്ട് ചെയ്യണം. എന്ത് ചെയ്യണം, അതൊരു എറർ ഡംപ് ചെയ്തോ ഇല്ലെങ്കിൽ ഒരു നമുക്ക് സോൾവ് ചെയ്യാൻ പറ്റുന്ന എറേഴ്സൊക്കെ ഡംപ് ചെയ്തതിന് ശേഷം ആ പ്രോഗ്രാം കണ്ടിന്യൂസ് ആയിട്ട് തന്നെ എക്സിക്യൂട്ട് ചെയ്തുകൊണ്ടിരിക്കണം. ഓക്കെ, സോ അതിൻ്റെ അഡ്വാൻസ്ഡ് കോൺസെപ്റ്റിൽ എന്തുകൊണ്ടാണ് ഇതിങ്ങനെ ഉപയോഗിക്കുന്നതെന്നൊക്കെ നിങ്ങൾ കുറേ കൂടെ ഡീറ്റെയിൽഡ് ആയിട്ട് പഠിക്കുന്നതായിരിക്കും. ഇപ്പം ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ മാത്രം. അസിൻക്രണസ് ഫംഗ്ഷനാണ് ക്രിയേറ്റ് ചെയ്യുന്നതെങ്കിൽ എപ്പോഴും അതിൻ്റെ അകത്ത് ട്രൈ ക്യാച്ച് ബ്ലോക്കാണ് ഉപയോഗിക്കേണ്ടത്. ഓക്കെ, അപ്പോൾ ട്രൈ ക്യാച്ച് ബ്ലോക്ക് നമ്മൾ ട്രൈ ക്യാച്ച് ബ്ലോക്ക് ഉപയോഗിച്ചിരിക്കണം. എന്തുകൊണ്ടാണ് ട്രൈ ക്യാച്ച് ബ്ലോക്ക് ഉപയോഗിക്കുന്നത്, അപ്പം അത് നമുക്ക് കിട്ടണമെന്ന് ഉറപ്പില്ല. ഇപ്പോൾ ഡാറ്റ ഇപ്പോൾ നെറ്റ്വർക്കിൽ ഇരിക്കുന്ന ഒരു ഫയൽ സിസ്റ്റം ആണെങ്കിൽ നമുക്ക് കിട്ടാതിരിക്കാൻ ഒരുപാട് കാരണങ്ങളുണ്ടായിരിക്കും. ഉദാഹരണത്തിന് നമ്മുടെ നെറ്റ്വർക്ക് ഇഷ്യൂ ഭയങ്കര ലോ ആണെങ്കിൽ അവിടെ നമുക്ക് ഡാറ്റ കിട്ടാതിരിക്കും. പിന്നെ സെർവർ ഭയങ്കര ബിസി ആണെങ്കിൽ അല്ലെങ്കിൽ സെർവർ ഓഫ്ലൈൻ ആണെങ്കിൽ നമുക്ക് കിട്ടാതിരിക്കും. സോ അങ്ങനത്തെ ഒരു സിറ്റുവേഷൻ വന്നു കഴിഞ്ഞാൽ ഇപ്പോൾ ഇവിടെ നമ്മൾ അസിൻക്രണസ് ഫംഗ്ഷൻ എഴുതി ഇതിൻ്റെ താഴോട്ടുള്ള ജാവാസ്ക്രിപ്റ്റ് ഒന്നും തന്നെ എക്സിക്യൂട്ട് ചെയ്യാതിരിക്കാം. ഓക്കെ, സോ അത് പ്രിവെൻറ്റ് ചെയ്യാനായിട്ട്, അതായത് നമ്മൾ ട്രൈ ക്യാച്ച് ബ്ലോക്ക് അല്ല ഉപയോഗിക്കുന്നെങ്കിൽ ഇതിൻ്റെ താഴോട്ട് എഴുതിയിരിക്കുന്ന കോഡോ അല്ലെങ്കിൽ ആ ജാവാസ്ക്രിപ്റ്റിൻ്റെ ഫർദർ എക്സിക്യൂഷനോ നടക്കത്തില്ല. അവിടെ വെച്ച് എറർ കാണിച്ച് അത് ഡൗൺ ആയി പോകും, പിന്നീട് അത് എക്സിക്യൂട്ട് ചെയ്യത്തില്ല. അപ്പം അത് ഒഴിവാക്കാനായിട്ടാണ് നമ്മൾ ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കുന്നു, കിട്ടുമോ ഇല്ലോ എന്നുള്ളത് ജസ്റ്റ് ട്രൈ ചെയ്ത് നോക്കുന്നു. അതുകൊണ്ടാണ് ട്രൈ ക്യാച്ച് ബ്ലോക്ക്. കിട്ടിയില്ലെങ്കിൽ എന്തുകൊണ്ടാണ് കിട്ടാത്തതിൻ്റെ കാരണം എന്നുള്ളത് ഒരു എററായിട്ട് നമുക്ക് ഡിസ്പ്ലേ ചെയ്യണം. ഓക്കെ, സോ ഇതുകൊണ്ടാണ് നമ്മൾ ട്രൈ ക്യാച്ച് ബ്ലോക്ക് ഉപയോഗിക്കുന്നത്. വേറൊരു ബ്ലോക്ക്, ഒരുപാട് ബ്ലോക്ക്സ് നമുക്ക് ഉപയോഗിക്കുന്നുണ്ട്. നമുക്ക് വേണമെങ്കിൽ നെസ്റ്റിംഗ് ലൂപ്പിങ്സ് ഒക്കെ ഉപയോഗിച്ച് നോക്കാൻ പറ്റും, നെസ്റ്റ് ചെയ്യാനായിട്ട് പറ്റും. ഈ അത് കിട്ടിയെങ്കിൽ മാത്രം നമുക്കൊരു പെർട്ടിക്കുലർ കണ്ടീഷൻ ആയിട്ട് വെക്കാനായിട്ട് സാധിക്കും. പക്ഷേ നമ്മൾ ഇതിൻ്റെ അകത്ത് ട്രൈ ക്യാച്ച് ബ്ലോക്ക് ഉപയോഗിക്കാനുള്ള കാരണം നെറ്റ്വർക്ക് ഇരിക്കുന്ന ഡാറ്റയൊക്കെ നമുക്ക് ചിലപ്പോൾ കിട്ടും, ചിലപ്പോൾ കിട്ടത്തില്ല. അപ്പോൾ ഇൻ കേസ് കിട്ടിയിട്ടില്ലെങ്കിലും പ്രോഗ്രാം എക്സിക്യൂഷൻ സ്മൂത്തായിട്ട് തന്നെ നടക്കണം. കിട്ടിയില്ലെങ്കിൽ ഒരു എറർ മെസ്സേജ് ഡംപ് ചെയ്യും. എന്തുകൊണ്ടാണ് കിട്ടാത്തത്, മേ ബി നെറ്റ്വർക്ക് എറർ ആയിരിക്കാം, അല്ലെങ്കിൽ സെർവർ ബിസി ആയിരിക്കാം, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും കാരണമായിരിക്കും. ചിലപ്പോൾ അങ്ങനെ ഒരു ഫയൽ അതിൻ്റെ അകത്ത് ഉണ്ടായിരിക്കത്തില്ല. അപ്പോൾ അങ്ങനെ ഒരുപാട് റീസൺസ് ഉണ്ടായിരിക്കും. ആ റീസൺ എന്താണെങ്കിൽ അത് എന്ത് ചെയ്യും, ഡിസ്പ്ലേ ചെയ്യും. ഓക്കെ, സോ ട്രൈ ക്യാച്ച് ബ്ലോക്ക് ഉപയോഗിക്കുമ്പോൾ നമ്മൾ ആദ്യം എന്താണ് ചെയ്യേണ്ടത്, എറർ ആണോ ഡിസ്പ്ലേ ചെയ്യേണ്ടത് അതോ ആ ഒരു ഫംഗ്ഷനാണോ ചെയ്യേണ്ടത്? തീർച്ചയായിട്ടും നമ്മൾ ആ ഒരു ഫംഗ്ഷനാണ് ക്രിയേറ്റ് ചെയ്യേണ്ടത്. ഓക്കെ, സോ ഞാനിവിടെ ഒരു കോൺസ്റ്റ് ക്രിയേറ്റ് ചെയ്യാനായിട്ട് പോവാണ്. കോൺസ്റ്റൻറ്റിൻ്റെ അകത്ത് ഡാറ്റ എന്ന് പറഞ്ഞ് നെയിം കൊടുക്കാൻ പോവാണ്. ഓക്കെ, ഡാറ്റ കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് ഈ ഡാറ്റയിലേക്ക് ഞാൻ എന്താണ് ചെയ്യുന്നത്, അവൈറ്റ് ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് ആ ഒരു സാധനം ഗെറ്റ് ചെയ്യുക നോക്കുക. അതായത് നമ്മൾ ഡാറ്റ ഗെറ്റ് ചെയ്യുന്നതിലാണ് ഇവിടെ അസിൻക്രണസ് ആയിട്ട് നമുക്ക് അവൈറ്റ് ചെയ്യേണ്ട ആവശ്യം. അവൈറ്റ് എന്ന് പറഞ്ഞ് കീബോർഡ് ഉപയോഗിക്കുക.
AWAIT എന്നാണ് അവൈറ്റിൻ്റെ സ്പെല്ലിങ്. ഓക്കെ, മാറ്റി എഴുതാൻ പാടില്ല. ASYNC ഓർ അവൈറ്റ് എന്ന് പറഞ്ഞത് ഒരു കോമ്പിനേഷൻ ആയിട്ട് വരുന്ന ഒരു കാര്യമാണ്. അപ്പം ഇതിൻ്റെ അകത്ത് അവൈറ്റ് ചെയ്യാം. അവൈറ്റ് ചെയ്യുന്ന എന്തിനാണ്, ഏതിലാണ് ഡാറ്റ കിട്ടേണ്ടത്, ആ ഡാറ്റയ്ക്ക് വേണ്ടിയിട്ടാണ് നമ്മൾ അവൈറ്റ് ചെയ്യേണ്ടത്. അതായത് അവൈറ്റ് എന്ന് പറഞ്ഞാൽ ഒരു സിമ്പിളായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ വെയിറ്റ് ചെയ്തിരിക്കുക. അതായത് ആ ഡാറ്റ ഇല്ലെങ്കിൽ ജസ്റ്റ് കുറച്ച് നേരത്തേക്ക് വെയിറ്റ് ചെയ്തേക്കാം. വേണമെങ്കിൽ നമുക്ക് ഇതിൻ്റെ അകത്ത് ടൈം ഔട്ടൊക്കെ സെറ്റ് ചെയ്യാം. അത് അഡ്വാൻസ്ഡ് കോൺസെപ്റ്റ് ആണ്, അതുകൊണ്ട് ഞാനിപ്പോൾ അതിലേക്ക് പോകുന്നില്ല. ജസ്റ്റ് ബേസിക് ആയിട്ടുള്ള കാര്യം അസിൻക്രണസും അവൈറ്റും എങ്ങനെയാണ് കമ്പൈൻ ചെയ്തിട്ട് ഉപയോഗിക്കുന്നത് എന്നാണ് നമ്മൾ ഇതിൻ്റെ അകത്ത് പഠിക്കാനായിട്ട് പോകുന്നത്. ഓക്കെ, സോ നേരത്തെ ഉപയോഗിച്ച പോലെ നമ്മളിവിടെ ഫയൽ സിസ്റ്റം ആൾറെഡി ഇതിൻ്റെ അകത്ത് ഇമ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ഇതിൻ്റെ അകത്ത് പ്രോമിസസ് നമുക്ക് ഉപയോഗിക്കാം. അതുകൊണ്ട് ഞാനിവിടെ FS എന്നാണ് ഫയൽ സിസ്റ്റം ഇമ്പോർട്ട് ചെയ്യാനായിട്ട് ഉപയോഗിച്ച കാര്യം. എന്നിട്ട് അതേപോലെ തന്നെ നമ്മൾ നേരത്തെ ഉപയോഗിച്ച പോലെ റീഡ് ഫയൽ എന്ന് പറഞ്ഞു കൊടുക്കുക. ഓക്കെ, റീഡ് ഫയൽ എന്ന് പറഞ്ഞു കൊടുക്കുക. റീഡ് ഫയലിൻ്റെ അകത്ത് നമ്മൾ എന്താണ് കൊടുക്കേണ്ടത്, ഫയലിൻ്റെ നെയിം, ഏത് ഫയലാണോ ആ ഫയലിൻ്റെ നെയിം കൊടുക്കുക. ഓക്കെ, സോ file.txt ഫയലാണ് ഞാനിവിടെ ഉപയോഗിക്കാനായിട്ട് പോകുന്നത്. അതുപോലെ തന്നെ അത് ഏത് ക്യാരക്ടർ സെറ്റിലാണ് എൻകോഡ് ചെയ്തിരിക്കുന്നത്, UTF-8 എൻകോഡ് ചെയ്തിരിക്കുന്നത്. ഓക്കെ, UTF-8 നിങ്ങൾക്ക് ഏത് വേണമെങ്കിലും ഉപയോഗിക്കാം. UTF-8 എഴുതാം, അതല്ലെങ്കിൽ ഡയറക്റ്റായിട്ട് UTF എന്ന് എഴുതി 8 എന്നും കൊടുക്കാവുന്നതാണ്. ഓക്കെ, സോ നിങ്ങൾക്ക് അങ്ങനെ വേണമെങ്കിൽ എഴുതാം, അതല്ലെങ്കിൽ ഇതുപോലെ തന്നെ കണ്ടിന്യൂസ് ആയിട്ട് പോകാം. അപ്പോൾ ഞാനിവിടെ UTF-8 വന്നിട്ടുണ്ട്, ജസ്റ്റ് കൊടുക്കുവാണ്. ഓക്കെ, സോ UTF എടുത്ത് കൊടുത്തതിന് ശേഷം ഞാൻ ജസ്റ്റ് ഇതൊന്ന് ഹൈഡ് ചെയ്യാം, ഇല്ലെങ്കിൽ നിങ്ങൾക്കത് കാണാൻ കുറച്ച് ഡിഫിക്കൽട്ടായിരിക്കും. ഓക്കെ, സോ ഓക്കെ, ഇപ്പം റെഡി ആയിട്ടുണ്ട്. ഇനി ഈ വന്നിട്ടുള്ള കാര്യം ഡിസ്പ്ലേ ചെയ്യണം. അതിന് സിമ്പിളായിട്ടുള്ള കൺസ്യൂൾ ലോഗ് മാത്രം മതിയായിരിക്കും. ഓക്കെ, console.log എന്ന് കൊടുക്കുവാണ്. കൺസ്യൂൾ ലോഗിൻ്റെ അകത്ത് നമ്മൾ എന്താണോ ഡാറ്റ ഗെറ്റ് ചെയ്തിട്ടുള്ള ആ ഡാറ്റ കാണിക്കുക. ഞാനിപ്പോൾ ഇതിൻ്റെ അകത്ത് മെസ്സേജ് ഒന്നും കൊടുക്കുന്നില്ല, വെറുതെ ഡാറ്റ എന്ന് മാത്രം കൊടുക്കുവാണ്. ഓക്കെ, ഡാറ്റ വന്നിട്ടുണ്ട്. ഓക്കെ, സോ ഡാറ്റ ഇതിൻ്റെ അകത്തേക്ക് കൊടുക്കുവാണ്. ഇനി അടുത്തതായിട്ട് നമ്മൾ കൊടുക്കാനായിട്ട് പോകുന്നത് ക്യാച്ച്. അതിലേത് എന്തെങ്കിലും എറേഴ്സോ കാര്യങ്ങൾ എന്തെങ്കിലും വന്നിട്ടില്ലെങ്കിൽ ഒരു കുഴപ്പമില്ല, ഡാറ്റ അതേപോലെ തന്നെ എടുത്ത് കാണിക്കും. സോ നമ്മൾ നേരത്തെ കഴിഞ്ഞതിൽ ചെയ്തിട്ടുള്ള പോലെ തന്നെ ക്യാച്ച്, എന്തെങ്കിലും എറേഴ്സോ കാര്യങ്ങൾ വന്നിട്ടുണ്ടെങ്കിൽ ട്രൈ ക്യാച്ച് ബ്ലോക്ക് നമ്മൾ സാധാരണ കഴിഞ്ഞ ലെക്ചറിൽ പഠിച്ചിട്ടുള്ള കാര്യമാണ്. അപ്പം ഇതിൻ്റെ അകത്ത് നമുക്ക് വരാനുള്ള ചാൻസ് എന്ന് പറഞ്ഞാൽ എറർ മാത്രമാണുള്ളത്. ഓക്കെ, അതല്ല വേറെ എന്തെങ്കിലും പാരാമീറ്റേഴ്സ് ഉണ്ടെങ്കിൽ നിങ്ങൾക്കതും അങ്ങനെയും കൊടുക്കാവുന്നതാണ്. ഇതിൻ്റെ അകത്ത് ഇപ്പോൾ എറർ മാത്രമേ വരാനായിട്ടുള്ളൂ. അപ്പം ആ ഒരു എറർ എന്താണെങ്കിൽ ഡിസ്പ്ലേ ചെയ്യാം. ഓക്കെ, സോ എറർ ഡിസ്പ്ലേ ചെയ്യാനായിട്ട് ഞാൻ ഈ console.log തന്നെ ഈ ലൈൻ തന്നെ ഉപയോഗിക്കുവാണ്. എന്നിട്ട് താഴത്തേക്ക് ജസ്റ്റ് ആ എറർ ജസ്റ്റ് ഒന്ന് പേസ്റ്റ് ചെയ്യാം. ഓക്കെ, എന്നിട്ട് ഈ ഒരു ഡാറ്റ മാത്രം ഒന്ന് മാറ്റി കൊടുത്ത് എറർ എന്ന് കൊടുക്കുക. ഓക്കെ, ഞാനിവിടെ എറർ എന്ന് കൊടുക്കുവാണ്. ഓക്കെ, ഇനി ഇതിപ്പോൾ ജസ്റ്റ് ഒരു ഫംഗ്ഷൻ മാത്രം ഡിഫൈൻ ചെയ്ത് വെച്ചിട്ടുണ്ടെന്നേ ഉള്ളൂ. നമ്മളിത് റൺ ചെയ്ത് നോക്കി കഴിഞ്ഞാൽ നമുക്ക് ഔട്ട്പുട്ട് ഒന്നും തന്നെ വരത്തില്ല. ഓക്കെ, ഞാൻ ജസ്റ്റ് ഒന്ന് റൺ ചെയ്ത് കാണിച്ചു തരാം. ഇതിൻ്റെ താഴത്തേക്ക് നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ ഔട്ട്പുട്ട് ഒന്നും തന്നെ വന്നിട്ടില്ല. അതിൻ്റെ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് ജസ്റ്റ് നമ്മൾ ഡിഫൈൻ ചെയ്ത് മാത്രം വെച്ചിട്ടേ ഉള്ളൂ. ഓക്കെ, ഇനി അഥവാ നിങ്ങൾക്ക് നോഡ് ഉപയോഗിച്ച് റൺ ചെയ്യണമെങ്കിൽ നമ്മൾ നേരത്തെ ഉപയോഗിച്ച കമാൻഡ് ഉപയോഗിക്കണമെങ്കിൽ ജസ്റ്റ് ഇതിങ്ങനെ റൺ ചെയ്താൽ മതി. ഓക്കെ, ജസ്റ്റ് ഒരു റിസൾട്ടും തന്നെ ഇതിൻ്റെ അകത്ത് വന്നിട്ടില്ല. അതിൻ്റെ കാരണം എന്താണ്, ഈ സംഭവം നമ്മൾ ആ ഒരു ഫംഗ്ഷൻ കോൾ ചെയ്തിട്ടില്ല. ഇവിടെ നോക്കിക്കഴിഞ്ഞാലും പ്രത്യേകിച്ച് ഔട്ട്പുട്ട് ഒന്നും തന്നെ വന്നിട്ടില്ല. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം, ഇതിൻ്റെ അകത്ത് ആ ഒരു ഫംഗ്ഷനെ നമ്മൾ കോളും കൂടെ ചെയ്യണം. ഓക്കെ, കോൾ ചെയ്തിട്ടുണ്ടെങ്കിൽ മാത്രമേ ഇത് വർക്ക് ആവത്തുള്ളൂ. ഓക്കെ, സോ റീഡ് ഫയൽ എന്ന് പറഞ്ഞു കൊടുക്കുക. നമ്മൾ നേരത്തെ കൊടുത്തിരിക്കുന്ന ഫയൽ, അതായത് റീഡ് ഫയൽ എന്നാണ് കൊടുത്തിട്ടുള്ളത്. നമുക്കൊന്ന് വെരിഫൈ ചെയ്യാം. ഓക്കെ, അസിൻക്രണസ് ഫംഗ്ഷൻ റീഡ് ഫയൽ എന്ന് ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഓക്കെ, താഴെ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് റീഡ് ഫയൽ എന്ന് പറഞ്ഞ് കാണാൻ സാധിക്കും. ഈ റീഡ് ഫയൽ എന്ത് ചെയ്യണം, കോൾ ചെയ്യാം. ഓക്കെ, കോൾ ചെയ്തിട്ടുണ്ടെങ്കിൽ മാത്രമേ ഇത് വർക്ക് ആവത്തുള്ളൂ. ഓക്കെ, സോ അങ്ങനെ കോൾ ചെയ്യാനായിട്ട് നമ്മൾ ഇങ്ങോട്ട് പോയി റീഡ് ഫയൽ എന്ന് പറഞ്ഞാൽ ഒരു ഫംഗ്ഷനെ കോൾ ചെയ്യുന്നു, എന്നിട്ട് ജസ്റ്റ് ഇത് സേവ് ചെയ്യുന്നു. ഇനി നമ്മൾ റൺ ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ നമുക്കിത് റൺ ആവുന്നതായിരിക്കും. ഓക്കെ, നിങ്ങൾക്ക് റൺ ചെയ്യണമെങ്കിൽ ഇവിടെ കോഡ് റണ്ണർ എന്ന് പറഞ്ഞ ടൂൾ തന്നെ ഉപയോഗിച്ച് റൺ ചെയ്യാവുന്നതാണ്. ഓക്കെ, റൺ ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ നിങ്ങൾക്ക് റിസൾട്ട് വരുന്നതായിരിക്കും. ഓക്കെ, ഹായ് ഹൗ ആർ യു എന്ന് പറഞ്ഞാൽ ആ ഒരു റിസൾട്ട് ആയിട്ടുണ്ട്. കാരണം ഫയൽ അവിടെ എക്സിസ്റ്റ് ആണ്. അതുകൊണ്ട് ആ ഫയലിൻ്റെ അകത്ത് എന്താണോ ടെക്സ്റ്റ് ഉണ്ടായിരുന്നത് ആ ടെക്സ്റ്റ് അതേപോലെ തന്നെ ഇവിടെ റൺ ആയിട്ടുണ്ട്. ഓക്കെ, ഇവിടെ നിങ്ങൾക്ക് കാണാനായിട്ട് സാധിക്കും ഈ ഒരു ഫയൽ അതുപോലെ തന്നെ റൺ ആയിട്ടുണ്ട്. സോ ഇതിൻ്റെ അകത്ത് മെയിനായിട്ട് നമ്മൾ ഉപയോഗിക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതുപോലെ അസിൻക്രണസ് ഫംഗ്ഷനാണ് നിങ്ങൾ ക്രിയേറ്റ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നതെങ്കിൽ അവിടെ എന്തുണ്ടായിരിക്കണം, അതിൻ്റെ അകത്ത് അവൈറ്റ് എന്ന് പറഞ്ഞ കീബോർഡ് നിങ്ങൾ മസ്റ്റായിട്ട് യൂസ് ചെയ്തിരിക്കണം. കാരണം അതുപോലെ തന്നെ അവൈറ്റ് കീബോർഡ് യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ ആ ഒരു ഫംഗ്ഷൻ എന്തായിരിക്കണം, അസിൻക്രണസ് ഫംഗ്ഷൻ ആയിരിക്കണം. അസിൻക്രണസ് ഫംഗ്ഷൻ അല്ലാത്തതിൽ അവൈറ്റ് യൂസ് ചെയ്യാൻ പാടില്ല. അപ്പോൾ ഇതിൻ്റെ അകത്ത് ഞാൻ അസിൻക്രണസ് എന്ന് പറഞ്ഞ കീബോർഡ് എടുത്ത് പറഞ്ഞു കഴിഞ്ഞാൽ അവൈറ്റിൻ്റെ അവിടെ നമുക്ക് എറർ വരും. ഇതുണ്ടോ, അവൈറ്റിൻ്റെ അവിടെ എറർ വന്നിട്ടുണ്ട്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ അസിൻക്രണസ് ആയിട്ടുള്ള ഫംഗ്ഷൻ്റെ അകത്ത് മാത്രമേ അവൈറ്റ് എന്ന് പറഞ്ഞ കീബോർഡ് ഉപയോഗിക്കുള്ളൂ. അസിൻക്രണസ് ഫംഗ്ഷൻ്റെ അകത്ത് മാത്രമേ വെയിറ്റ് ചെയ്തിരുന്നിട്ട് പിന്നെ വേണമെങ്കിൽ, അതായത് കുറച്ച് സമയം വെയിറ്റ് ചെയ്തിരുന്നിട്ട് ഗെറ്റ് ചെയ്യുന്ന രീതിയിലൊക്കെ നടക്കത്തുള്ളൂ. ഓക്കെ,
സോ അതിന് വേണ്ടിയിട്ടാണ് അസിൻക്രണസ് അവൈറ്റ് എന്ന് പറഞ്ഞ ഈ 2 മെത്തേഡ്. ഇത് റീസെൻ്റായിട്ട് വന്നിട്ടുള്ള കാര്യമാണ്. എക്സ്പെഷ്യലി ഇത് കൂടുതലും യൂസ് ചെയ്യുന്നത് നമ്മൾ സെർവർ സൈഡ് കണക്ട് ചെയ്തിട്ട് ഗെറ്റ് ചെയ്യുന്ന ഡാറ്റയ്ക്കാണ്. ഇപ്പോൾ നിങ്ങൾ ഫയർ ബേസ് ഒക്കെ ആയിട്ട് കണക്ട് ചെയ്യുക, അതല്ലെങ്കിൽ ആമസോണിൻ്റെ AWS ഫംഗ്ഷനോ ഗൂഗിൾ കൺസ്യൂളൊക്കെ ആയിട്ട് കണക്ട് ചെയ്ത് വർക്കാവുന്ന എന്തെങ്കിലും ആപ്ലിക്കേഷൻസ് ഉണ്ടെങ്കിൽ അതിൻ്റെ അകത്തെല്ലാം തന്നെ റൈറ്റ് ചെയ്തിരിക്കുന്ന അസിൻക്രണസ് ഫംഗ്ഷൻസ് ആണ്. അതുപോലെ തന്നെ നിങ്ങൾ യൂസറിനെ ഓതൻറ്റിക്കേറ്റ് ചെയ്യുക, ലോഗിൻ ചെയ്യുക, അതുപോലെ തന്നെ ലോഗ് ഔട്ട് ചെയ്യുക, ഇത്തരം ഫംഗ്ഷൻസ് എല്ലാം തന്നെ റൈറ്റ് ചെയ്യുന്നത് അസിൻക്രണസ് ഫംഗ്ഷനാണ്. സെർവർ സൈഡിലുമായിട്ട് കണക്ട് ചെയ്ത് കാര്യങ്ങളെല്ലാം തന്നെ അസിൻക്രണസ് ഫംഗ്ഷൻ ആയിരിക്കും നമ്മൾ എഴുതുന്നത്. അതിൻ്റെ കാരണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സെർവർ സൈഡുമായിട്ട് കണക്ട് ചെയ്യുന്നതിൽ ഒരു ഡിലേ ഉണ്ടായിരിക്കും. സോ അതിൻ്റെ ആ ഒരു ടൈമിങ് ഈ ഒരു ഫംഗ്ഷനൊക്കെ നമ്മൾ റൈറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഇൻസ്റ്റൻറ്റിൽ നമുക്ക് കിട്ടിയിട്ടില്ലെങ്കിൽ, ഇപ്പം നമുക്ക് ഡിലേ വെച്ച് എഴുതിക്കുന്ന പ്രോഗ്രാം ഇതുവരെ ഞാൻ ചെയ്തിട്ടില്ല. ഇപ്പം ഞാനിവിടെ ഫയൽ നെയിം ജസ്റ്റ് ഒന്ന് മാറ്റുവാണ്, ഫയൽ 2 എന്ന് പറഞ്ഞ് കൊടുക്കുവാണ്. ഓക്കെ, ഫയൽ 2 എന്ന് പറഞ്ഞ് കൊടുത്തിട്ട് ഞാൻ ഈ ഒരു കോഡ് റൺ ചെയ്ത് നോക്കി കഴിഞ്ഞാൽ നമുക്ക് എന്തായിരിക്കും ഔട്ട്പുട്ട് കിട്ടുന്നത്? നമുക്ക് ആ ഒരു കോഡ് അങ്ങനത്തെ ഒരു ഫയൽ ഇല്ല എന്നൊരു ഔട്ട്പുട്ടായിരിക്കും കിട്ടുന്നത്. ഓക്കെ, സോ അങ്ങനെ ഒരു ഔട്ട്പുട്ട് നമുക്ക് കിട്ടാനുള്ള കാരണം എന്താണെന്നുണ്ടോ? എറർ നോ സച്ച് ഫയൽ ഓർ ഡയറക്ടറി. കാരണം ഇത് ഇൻസ്റ്റൻ്റ്ലി ആണ് നടക്കുന്നത്. ആ ഒരു സെക്കൻഡ് തന്നെ അതായത് നമ്മൾ റിക്വസ്റ്റ് ചെയ്ത സമയത്ത് തന്നെ ഫയൽ അവിടെ ഉണ്ടായിരിക്കണം, എങ്കിൽ മാത്രമേ ഇത് റൺ ആവത്തുള്ളൂ. ഓക്കെ, സോ ഇത് വേണമെങ്കിൽ നമുക്കൊരു ടൈം ഔട്ട് വെച്ചിട്ട് ഒരു 10-30 സെക്കൻഡ് വരെ വെയിറ്റ് ചെയ്തിരുന്ന് നോക്കാം, ഫയൽ വരുന്നുണ്ടോ എന്ന് നോക്കാം. ഓക്കെ, ബേസിക് ജാവാസ്ക്രിപ്റ്റ് കോഡിങ്ങിൽ ഇങ്ങനത്തെ കാര്യങ്ങൾ ചെയ്യാൻ പറ്റത്തില്ല. ഇങ്ങനത്തെ അസിൻക്രണസ് ഫംഗ്ഷൻ വെച്ചിട്ട് നിങ്ങൾക്ക് ഫയൽ വരുന്നുണ്ടോ എന്ന് കുറച്ച് നേരം വെയിറ്റ് ചെയ്ത് നോക്കിയിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും? അത് ഫയൽ പിന്നെ അത്ര നേരം ഒരു 10-30 സെക്കൻഡോ വെയിറ്റ് ചെയ്ത് നോക്കിയിട്ട് പിന്നീട് ഫയൽ വന്നിട്ടില്ലെങ്കിൽ മാത്രം എറർ മെസ്സേജ് പ്രിൻ്റ് ആവുന്ന രീതിയിലും കൊടുക്കാനായിട്ട് സാധിക്കും. ഓക്കെ, സോ അതുകൊണ്ടാണ് നമ്മൾ ഇപ്പോൾ സെർവറുമായിട്ട് കണക്ട് ചെയ്യുമ്പോൾ മേ ബി സെർവർ ബിസി ആയിരിക്കാം, അതല്ലെങ്കിൽ എന്തെങ്കിലും ഡിലേസ് ഉണ്ടായിരിക്കാം. അത്തരം സാഹചര്യങ്ങളൊക്കെ വരുമ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? ഈ സെർവർ അസിൻക്രണസ് ഫംഗ്ഷൻസ് ആണ് റൈറ്റ് ചെയ്ത് വെക്കുന്നത്. കാരണം ഡിലേ ഉണ്ടെങ്കിൽ പോലും കുറച്ച് നേരം വെയിറ്റ് ചെയ്തിരുന്നിട്ട് അത് സമയം കിട്ടുമ്പോൾ, അതായത് എപ്പോഴാണോ അതിൻ്റെ റിസൾട്ട് തിരിച്ചു വരുന്നത്, ആ റിസൾട്ട് വന്നു കഴിഞ്ഞതിന് ശേഷം മാത്രം ഈ ഒരു റിസൾട്ട് പ്രിൻ്റ് ആവുന്നതായിരിക്കും. ഓക്കെ, സോ അത്രയേ ഉള്ളൂ. അസിൻക്രണസ് ഇൻപുട്ട് ഔട്ട്പുട്ട് എന്ന് പറഞ്ഞാൽ നമ്മൾ 3 മെത്തേഡ് പഠിച്ചു. ഒന്നാമത്തെ മെത്തേഡ് എന്ന് പറഞ്ഞത് കാൾ ബാക്ക്, രണ്ടാമത്തേത് പ്രോമിസസ്, മൂന്നാമത്തേത് അസിൻക്രണസ് അവൈറ്റ്. ഇത് ബേസിക്സ് മാത്രമാണ്. ഇനി ഇതിൻ്റെ അഡ്വാൻസ്ഡ് കോൺസെപ്റ്റ് നമുക്ക് പഠിക്കാൻ കിടക്കുവാണ്. ഓക്കെ, അതായത് ടൈമൊക്കെ വെച്ചിട്ട് എങ്ങനെയാണ് അതിനെ ടൈം ഔട്ട് ചെയ്യുന്നത്, അത്തരം കാര്യങ്ങളൊക്കെ നമ്മൾ വരുന്ന ലെക്ചേഴ്സിൽ പഠിക്കുന്നതായിരിക്കും. സോ ദാറ്റ്സ് ഓൾ ഫോർ ദിസ് സെക്ഷൻ. സീ യു അഗൈൻ ഇൻ കമ്മിങ് ലെക്ചേഴ്സ് ആൻഡ് താങ്ക് യു ഫോർ വാച്ചിങ്.